Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala ashrafil makhluqin wa ali kulli wa sahabati ajma'in. Ridallahu amma ba'd. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ വേദിയിലെ ഉസ്താദുമാർ, രാഷ്ട്രീയ നേതാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. എന്താണ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജന്തുവിൽ നിന്ന്, അതല്ലെങ്കിൽ മാനുഷികമായോ ജനാധിപത്യപരമായിട്ടോ ഒരു തരത്തിലുള്ള അവകാശങ്ങളോ ഇല്ലാതിരുന്ന കേവല മനുഷ്യനിൽ നിന്ന് ഒരു പൗരനിലേക്ക് പരിവർത്തനപ്പെട്ടതിൻ്റെ 78ാമത് വാർഷികമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്ത് മാനുഷികമായിട്ടോ ജനാധിപത്യപരമായിട്ടോ ഒരു അവകാശങ്ങളും ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ടിരുന്നില്ല. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ജനാധിപത്യപരവും മനുഷ്യാവകാശപരവുമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു രാഷ്ട്രമെന്ന സംവിധാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പോയ കാലഘട്ടത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി എന്ന് അറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നത്രേ. പലയിടങ്ങളിലും വളരെ കുറഞ്ഞ സ്കൂളുകളിൽ മാത്രമാണ് അന്ന് ഇന്ത്യയുടെ പതാക പോലും ഉയർത്തിയിട്ടുള്ളത്. അവിടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ധീരദേശാഭിമാനികൾ ഈ രാജ്യത്ത് ആദ്യമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. ഈ മനുഷ്യന്, ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഭൂപ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വാതന്ത്ര്യം എന്നത് ഒരു അവകാശമാണെന്നും ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മനുഷ്യനെ മാനസികമായിട്ട് പരിവർത്തനപ്പെടുത്തുന്നതിന്റെ ഉദ്യമങ്ങളിലായിരുന്നു കെ കേളപ്പനും അതേപോലെ ഇവിടുത്തെ മഹാത്മാഗാന്ധിയും അതേപോലെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആദ്യം ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യം ഒരു അനിവാര്യതയാണ്, ഒരു അവകാശമാണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ധീരദേശാഭിമാനികൾ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി ആദ്യം ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ആ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ അനിവാര്യതയെ, സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ സാധാരണ വരുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അവർക്ക് ചെയ്യേണ്ടി വരുന്ന ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇന്ന് ഈ രാജ്യം, നമ്മൾ ഈ കാണുന്ന ഈ രാജ്യം രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇന്ന് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്കുള്ളിലൊക്കെ ഒരു വേദനയുടെ, അതല്ലെങ്കിൽ ഒരു ഭയത്തിന്റെ ഒരു നെരിപ്പൂട് നമുക്കുള്ളിൽ ഇങ്ങനെ പുകയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ഇന്ത്യ എന്ന ആശയത്തിലേക്ക് വീണ്ടും തിരിച്ചു നടക്കുകയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത, ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത ഭരണഘടനയെ നോക്കുകുത്തിയാക്കിയിട്ട് ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് രണ്ട് വിഭാഗം ജനങ്ങളെ ഉണ്ടാക്കുകയും രണ്ട് ത്വത്വങ്ങളാക്കി ജനങ്ങളെ നിർവചിക്കുകയും അതിൽ നിന്ന് വെറുപ്പിന്റെ ഉൽപ്പാദിപ്പിച്ച് ഈ അധികാരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ ഭയപ്പെട്ടു പോയിരുന്നു, ഈ രാജ്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്. പക്ഷേ ഒരു വർഷത്തിന് പുറത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇന്ന് രാജ്യത്തിന് ഒരു പ്രതിപക്ഷമുണ്ട്. ഇന്ന് പാർലമെന്റിൽ ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ച്, മതേതരത്വ അവകാശങ്ങളെ കുറിച്ച്, മാനുഷിക അവകാശങ്ങളെ കുറിച്ച് പറയാനും സംസാരിക്കാനും ശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ന് ഈ രാജ്യത്തുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് വീണ്ടും സന്തോഷിക്കാൻ ഏറെ വകുപ്പ് വരികയാണ്. എന്താണ് ഈ രാജ്യം എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപകൽപ്പന ചെയ്യപ്പെടുന്ന കാലഘട്ടത്ത് പോലും ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും അലി സഹോദരന്മാരും പട്ടേലുമാർക്കിടയിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഇന്ത്യ എന്ന ആശയത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്ത്യ എന്ന ആശയത്തിന്മേൽ അവർക്ക് ഐക്യപ്പെടാൻ കഴിഞ്ഞിരുന്നു. അതായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന ആശയം.
നമ്മൾ കെട്ടിയുണ്ടാക്കിയ ഈ ഒരു അതിർത്തി വരമ്പുകൾക്കുള്ളിലുള്ള ദേശത്തിന് പുറത്തേക്ക് നമ്മൾ അറിയേണ്ട ഇന്ത്യ എന്ന രാഷ്ട്രീയമുണ്ട്. ഈ രാജ്യം ആരുടേതാണെന്നൊരു ചോദ്യമുണ്ട്. എല്ലാ മതങ്ങളെയും, എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ ജീവിത രീതികളെയും ഉൾക്കൊണ്ട ഒരു സംഗമ സ്ഥലമാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും മതത്തിന്റെയോ ഏതെങ്കിലും സംസ്കാരത്തിന്റെയോ ഏതെങ്കിലും ഒരു ഭാഷയുടെയോ മാത്രം കേന്ദ്ര സ്ഥാനമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. പലരും ഇന്ത്യയിലേക്ക് വന്നു ചേർന്ന് പിന്നീട് ഒരു വംശമായിട്ടും ജനതയായിട്ടും മാറിയതാണ് ഇന്ത്യയുടെ പോയ കാലഘട്ടത്തെ ചരിത്രം. നമ്മുടെ പോയ കാലഘട്ടത്തിന്റെ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം എന്തായിരുന്നു? അത് ഐക്യത്തിൻ്റെതായിരുന്നു. നമ്മുടെ കഥകളിലും നമ്മുടെ കവിതകളിലും നമ്മുടെ സാഹിത്യങ്ങളിലും ആഖ്യാനങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടത് ഇന്ത്യയുടെ പോയ കാലഘട്ടത്തെ ഈ ജനത എങ്ങനെ ജീവിച്ചു എന്നതിന്റെ നേർസാക്ഷ്യമായിരുന്നു. ഒ വി വിജയന്റെ കടൽ തീരത്ത് എന്ന കഥയില് നമുക്ക് കാണാൻ കഴിയും. എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം, ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ. ആ കൊച്ചുമകനെ കണ്ണൂർ ജില്ലയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ആ കൊച്ചുമകനെയും പോയി കാണാൻ പോകുന്ന സമയത്ത് വെള്ളായിയപ്പൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ കൊച്ചുമകനെ കണ്ണൂർ ജില്ലാ ജയിലിലേക്ക് കാണാൻ പോകുന്ന സമയത്ത് മരക്കാറ് മാപ്പിളയെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ മരക്കാറ് മാപ്പിളയെ വഴിയിൽ വെച്ച് കാണുമ്പോ ഈ അദ്ദേഹം പറയുന്നുണ്ട്, വെള്ളായിയപ്പൻ പറയുന്നുണ്ട്, മരക്കാറ് മാപ്പിളെ, ഞാൻ നിങ്ങൾക്ക് 50 രൂപ തരാനുണ്ട്. എന്റെ മകൻ ജയിലിൽ നിന്ന് മോചിതനായി തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് തരുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷേ ആ മകനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. എനിക്കത് തിരിച്ചു തരാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല മരക്കാറ് മാപ്പിള എന്ന് പറയുമ്പോ ഈ മരക്കാറ് മാപ്പിള വെള്ളായിയപ്പനോട് പറയുന്നൊരു വാക്കുണ്ട്, വെള്ളായിയപ്പ, എന്റെ മുത്തുനബിയെ നാളെ കാണുമ്പോ മുത്തുനബിയോട് തരാനുള്ളതാണ് ആ 50 രൂപ. അതുകൊണ്ട് ആ 50 രൂപ എനിക്ക് വേണ്ടതില്ല, മുത്തുനബി എനിക്ക് ആ 50 രൂപ തരും എന്ന് പറയുന്ന ഒരു സാമൂഹിക സാംസ്കാരിക സാഹോദര്യ ചരിത്രം നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത്. അതായിരുന്നു ഇന്ത്യയുടെ സാംസ്കാരികതയും ഇന്ത്യയുടെ പൈതൃകവും എന്ന് പറയുന്നത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പലരും നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അധികാരമുള്ള കാലഘട്ടത്ത്, നിങ്ങൾക്ക് രാജാധികാരമുള്ള കാലഘട്ടത്ത്, നിങ്ങൾക്ക് ഭരണകൂടമുള്ള കാലഘട്ടത്ത് ഇവിടെ അങ്ങനെ അടിച്ചമർത്തിപ്പെട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ആക്രമണം അഴിച്ചു വിട്ടിട്ടുണ്ട് എന്നൊക്കെ കള്ള ചരിത്ര നിർമ്മിതികളുമായിട്ട് പലരും മുന്നോട്ട് വരുമ്പോ നമ്മുടെ ചരിത്രങ്ങളിലോ നമ്മുടെ ആഖ്യാനങ്ങളിലോ നമ്മുടെ കഥകളിലോ കവിതകളിലോ സാഹിത്യങ്ങളിലോ എവിടെയും തന്നെ ഇത്തരത്തിലുള്ള ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കഥകളും ചരിത്രങ്ങളും സാഹിത്യങ്ങളും എന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. ആ അടയാളപ്പെടുത്തലുകളിൽ എന്തെന്നും തന്നെ മനുഷ്യർ തമ്മിൽ, ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിൽ വെറുപ്പിന്റെ യാതൊരു കണിക പോലും കാണുന്നില്ല. പക്ഷേ ഇന്ന് ചിലരൊക്കെ വരികയാണ്, ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുകയാണ്, വിഭജിച്ച് പറയുകയാണ്, അപ്പുറത്തിരിക്കുന്നവരെ നോക്കൂ എന്ന് പറഞ്ഞ് ഒരു ആഭര നിർമ്മിതി ഉണ്ടാക്കി ആ ആഭര നിർമ്മിതിയിൽ വെറുപ്പിന്റെ ഒരു അന്തരീക്ഷം നിർമ്മിച്ചെടുക്കുകയും ആ വെറുപ്പിന്റെ ഒരു അന്തരീക്ഷത്തിലൂടെ ജനങ്ങളെ അരക്ഷിതമാക്കിക്കൊണ്ട് ആ അരക്ഷിതാവസ്ഥയിൽ ഈ രാജ്യത്തിന്റെ ഭരണം നിലനിർത്താമെന്ന വ്യാമോഹത്തിലൂടുകൂടി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സമയത്താണ് ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇന്ത്യ ഈ ഭരണകൂടത്തിന് തിരിച്ചടി നൽകുന്നത്. അതായിരുന്നു ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ആശയം അതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിൽ ഒരുപാട് പൂവുകളുണ്ട്, വ്യത്യസ്ത നിറങ്ങളുള്ള വ്യത്യസ്ത മണങ്ങളുള്ള ഒരുപാട് പൂവുകളുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. യൂണിഫോമിറ്റി അല്ല നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്, അത് യൂണിറ്റി എന്നുള്ളതാണ്. ആ യൂണിറ്റി എന്ന് പറയുന്നതാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആശയം. അവിടെ വിവിധ സംസ്കാരങ്ങളുണ്ട്, വിവിധ വേഷങ്ങളുണ്ട്, വിവിധ മതങ്ങളുണ്ട്, വിവിധ സംസ്കാരങ്ങളുണ്ട്. ഇത്തരം സംസ്കാരങ്ങളും വേഷങ്ങളും ഭാഷകളും സംസ്കാരിച്ചും നമ്മൾ പുലർത്തിക്കൊണ്ടുപോകുന്നതിനിടയിലും ഇന്ത്യ എന്ന ആശയത്തെ, ഇന്ത്യ എന്ന് പറയുന്ന ദേശീയതയെ നമ്മൾ മുറുക്കി പിടിച്ച് ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ആദ്യം ആലോചിച്ചു നോക്കൂ, ഏകത്വം എന്ന് പറയുന്ന ഒരു പൂവ് മാത്രം നമ്മളൊരു പൂന്തോട്ടത്തിൽ കാണുന്നു, ഒന്ന് മാത്രം കാണുന്നു,
വൈവിധ്യങ്ങളില്ലാത്ത ഒരു സമൂഹം, അതല്ലെങ്കിൽ വൈവിധ്യങ്ങളില്ലാത്ത ഒരു സംസ്കാരം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്രമാത്രം അരോചകമായിരിക്കും, എത്രമാത്രം വരേണ്ടതായിരിക്കും. ഈ രാജ്യം അങ്ങനെയല്ല, ഈ രാജ്യം അങ്ങനെയല്ല രൂപപ്പെട്ടത്. നമ്മൾ ഇന്ന് കാണുന്ന ചരിത്രത്തിന്റെ അപനിർമ്മിതികളല്ല ഈ രാജ്യത്തിന്റെ ചരിത്രം. ഈ രാജ്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് ഭാഷകളും ഒരുപാട് മതങ്ങളും ഒരുപാട് ജാതികളും ഒരുമിച്ചിരുന്നപ്പോഴാണ് ഇന്ത്യ എന്ന രാജ്യം പോലും ഈ ലോകത്ത് നിലനിന്നത്. ഇന്ത്യ എന്ന ആശയം നമുക്ക് ലോകത്തിന് മുന്നിൽ സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, നമുക്ക് ഒരു ചെറിയ കാര്യത്തിൽ നമുക്ക് സത്യത്തോടൊപ്പം നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ചെറിയ കാര്യത്തിൽ നമുക്ക് സത്യം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വലിയ കാര്യത്തിൽ നമുക്കൊരിക്കലും സത്യം പറയാൻ കഴിയില്ല, അതല്ലെങ്കിൽ സത്യത്തോട് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രിയമുള്ളവരെ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ജന്തുക്കളും പറവകളും ഒക്കെ അടങ്ങുന്ന ഈ രാജ്യത്ത് ഇവരുടെയൊക്കെ കൂടിയാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. അവിടെ എല്ലാ വിഭാഗങ്ങൾക്കും മാനുഷികമായിട്ടുള്ള അവകാശങ്ങള്, ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങള് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ആശയം അതായിരുന്നു. ആ ഇന്ത്യയുടെ ആശയത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള സാമൂഹിക പ്രതിരോധം തീർക്കാൻ ഇന്ത്യയിലെ പൗരപ്രമുഖരായിട്ടുള്ള, അതല്ലെങ്കിൽ ഇന്ത്യയുടെ പൗരന്മാരായിട്ടുള്ള ഓരോ മനുഷ്യർക്കും ധാർമ്മികരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. പോയ കാലഘട്ടത്തെ ബ്രിട്ടീഷ് കോളനി കാലഘട്ടത്തെ സാഹചര്യമല്ല ഇന്നുള്ളത്. ബ്രിട്ടീഷ് കോളനി കാലഘട്ടത്ത് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല, എവിടെയും അധികാരം ഉണ്ടായിരുന്നില്ല, എവിടെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് അധികാരമുണ്ട്, പ്രാതിനിധ്യമുണ്ട്, എല്ലാമുണ്ട്. ആ ഇടത്ത് ഈ രാജ്യത്ത് ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം മോശമായി കഴിഞ്ഞാൽ ആരും ഭയപ്പെടേണ്ടതില്ല. കാരണം ഭരണകൂടം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരു സംവിധാനം മാത്രമാണ്. അത്യന്തികമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ആശയമാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെയാണല്ലോ നിങ്ങൾ എപ്പോഴും നമുക്കറിയുന്ന കാര്യമാണ്, ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്ത് നമ്മൾ ഒരുപാട് പ്രതിസന്ധി രാജ്യം നേരിട്ടിരുന്നു. അങ്ങനെയാണ് ഗാന്ധിജി ശാന്തിയാത്ര നടക്കുകയും അങ്ങനെ വലിയ സമരവുമായി മുന്നോട്ട് പോയ സമയത്ത് ഞങ്ങൾ ഈ രാജ്യത്ത് സമാധാനം നിലനിർത്തുമെന്ന് ഒപ്പിട്ടുകൊണ്ട് ഒരുപാട് പേര് ഒരു ഭീമ ഹർജി ഗാന്ധിജിയിലേക്ക് സമർപ്പിക്കുകയാണ്, അല്ലേ? അപ്പോ നമുക്ക് വിഭജനത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രയെത്ര പേരാണ് വിഭജന കാലഘട്ടത്ത് മരിച്ചു പോയിട്ടുള്ളത്, എത്രയെത്ര പേരാണ് വിഭജന കാലഘട്ടത്ത് കൊല്ലപ്പെട്ടു പോയിട്ടുള്ളത്, എത്രയെത്ര ചോരപ്പുഴകളാണ് വിഭജനത്തിന്റെ കാലഘട്ടത്ത് ഈ രാജ്യത്ത് ഒഴുകിയിട്ടുള്ളത്. ആ കാലഘട്ടത്തെ ഇന്ത്യക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് ഇന്ത്യ എന്ന ആശയം മുറുകെ പിടിച്ചപ്പോഴാണ്. രാജ്യം എപ്പോഴൊക്കെ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടും ഉണർത്തിയേൽക്കാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യ എന്ന ആശയത്തെ നമ്മൾ മുറുകെ പിടിച്ച സമയത്താണ്. ഇന്ത്യൻ ഭരണഘടനയെ നമുക്ക് മുന്നോട്ട് വെച്ചപ്പോഴാണ്. അംബേദ്കർ പറയുന്നുണ്ട്, ഒരിക്കലും ഭരണഘടന മാത്രം ഈ രാജ്യത്തെ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതരുത്, മറിച്ച് ആ ഭരണഘടന ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനം, ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ നിലനിൽക്കണം എന്നുള്ളത്. അതിനുശേഷം ഇവിടെ യുദ്ധങ്ങളുണ്ടായി, വിവിധ തരത്തിലുള്ള കലാപങ്ങളുണ്ടായി. ആ കലാപങ്ങളിലും യുദ്ധങ്ങളിലും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയായിരുന്നു. ആ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച് ഇന്ത്യ എന്ന ആശയത്തെ എപ്പോഴൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ രാജ്യം ഇന്ത്യ എന്ന ആശയത്തിനോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ SSF എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഭയപ്പെടേണ്ടതില്ല, ഈ രാജ്യം ആരുടേതുമല്ല, ഈ രാജ്യം എന്ന് പറയുന്നത് ഈ മണ്ണിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടേതുമാണ്. അതേതെങ്കിലും മതത്തിന്റെയോ ഏതെങ്കിലും ജാതിയുടെയോ ഏതെങ്കിലും സംസ്കാരത്തിന്റെയോ ഏതെങ്കിലും ഭാഷയുടേതുമല്ല, മറിച്ച് ഈ അതിർവരമ്പുകൾക്കുള്ളിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും എല്ലാ ജന്തുക്കളുടെയും എല്ലാവരുടെയുമാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ കാലഘട്ടയും ലോകത്തോട് നമ്മൾ സംവദിച്ചത്. ലോകത്തിന് മുന്നിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞതും ഈ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രാധാന്യത്തിലാണ്. പ്രിയമുള്ളവരെ, ഈ രാജ്യം ഈ സ്വാതന്ത്ര്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് വളർന്നു വരുന്ന നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പൊതുവെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹികമോ ജനാധിപത്യപരമോ ആയിട്ടുള്ള ഏതൊരു വിഷയങ്ങളിലും പ്രതികരിക്കാതെ ഒരു അരാഷ്ട്രീയ ജീവിയായിട്ട് നിലനിൽക്കുന്നതാണ് പുതിയ കാലഘട്ടത്ത് ഒരു നല്ല കുട്ടി, അതല്ലെങ്കിൽ നല്ല ആള് എന്ന ഒരു പൊതുബോധം നമുക്കിടയിൽ ഇങ്ങനെ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല, മറിച്ച്
നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം വിഷയങ്ങളിൽ നമുക്ക് ജനാധിപത്യപരമായിട്ട് ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും രാഷ്ട്രത്തോടുള്ള കടമ ഇരിക്കുന്നത്. നമ്മുടെ പൂർവ്വ ദേശാഭിമാനികളും സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരുപക്ഷെ അത്തരത്തിലൊരു മൗനവ്രതത്തിലായിരുന്നുവെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിച്ചമർത്തുകൾക്ക് കീഴ്പ്പെട്ട് അവരോട് തുല്യപ്പെട്ട് ഐക്യപ്പെട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഇന്നും മോചിക്കപ്പെടാതെ ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ ഒരു കോളനി കാലഘട്ടമായിട്ട് ഒരുപക്ഷെ അതിന്റെ നാമാവിശേഷമായിട്ട് നമ്മൾ മാറിയേനെ. പക്ഷേ നമ്മൾ സത്യമായ കാര്യങ്ങളിലൊക്കെ നമ്മളവിടെ പോരാടിയിട്ടുണ്ടോ? എഴുതാൻ കഴിയുന്നവർ അവരുടെ കഥകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും രേഖപ്പെടുത്തലിലൂടെയും സാമാന്യം വരുന്ന ഒരു വലിയ ജനതയെ അവര് പ്രബുദ്ധരാക്കിക്കൊണ്ടിരുന്നു. പോരാടാൻ കഴിയുന്നവർ പോരാടി, പ്രസംഗിക്കാൻ കഴിയുന്നവർ പ്രസംഗിച്ചു. അങ്ങനെ ഓരോരുത്തർക്കും സാധ്യമായ രീതിയിൽ എന്താണോ ഈ രാജ്യത്തോട് നിറവേറ്റാൻ കഴിയുന്ന ദൗത്യം എന്നുള്ളത്, ആ ദൗത്യം നിറവേറ്റിയപ്പോഴാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും സ്വാതന്ത്ര്യം പറയുന്നത് ഒരു അവകാശമാണെന്നും അതൊരു അനിവാര്യമാണെന്നും ബോധ്യപ്പെടുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അണിനിരക്കാൻ കഴിയുകയും ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടാകുന്ന ഓരോ മൂവ്മെന്റുകളോടും ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഐക്യപ്പെടാനും അവരോട് തുല്യപ്പെട്ടു നിൽക്കാനും സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനവും തന്നെ ചെറുതല്ല. നമുക്ക് ഈ രാജ്യത്തിന്റെ മനുഷ്യാവകാശങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. നീതിപീഠങ്ങളിലോ ജുഡീഷ്യറിയിലോ എക്സിക്യൂട്ടീവിലോ ഏതെങ്കിലും തരത്തിലുള്ള അനീതികൾ ഉണ്ടാകുന്ന സമയത്ത്, ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തൂലികകള്, നമ്മുടെ വാക്യങ്ങള്, നമ്മുടെ കഥകള്, നമ്മുടെ കവിതകൾ നമുക്ക് ചലിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ ചലിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഇന്ത്യ എന്ന ആശയത്തെ നമുക്ക് ഇവിടെ നിലനിർത്താൻ കഴിയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയെ ആമുഖം തന്നെ. ആ വി എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ എന്ന് പറയുന്നത്. ആ വിയിലാണ് ഇന്ത്യയിലെ വ്യത്യസ്തമായ മതങ്ങൾ വരുന്നത്. ആ വിയിലാണ് ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകൾ വരുന്നത്. ആ വിയിലാണ് ഇന്ത്യയിലെ എല്ലാ സംസ്കാരങ്ങളും, എല്ലാ ജാതികളും, എല്ലാ മനുഷ്യരും, എല്ലാ വർഗങ്ങളും പെടുന്നത്. അവരുടേതൊക്കെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അപനിർമ്മിതികൾ ഉണ്ടാകുമ്പോൾ, അപരത്ത് നിർമ്മിതികൾ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാൻ കഴിയേണ്ടതുണ്ട്. ഈ രാജ്യം ഒരിക്കലും ആർക്കെങ്കിലും തീരപ്പെടുക്കാൻ കഴിയുന്നതൊന്നല്ല. ഈ രാജ്യം അങ്ങനെ തോറ്റുകൊടുക്കുന്ന ഒന്നല്ല. മറിച്ച് ഈ രാജ്യം ഏത് അപകടാവസ്ഥയിലും ഇന്ത്യ എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സടകുടഞ്ഞെഴുന്നേറ്റ് ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം ഒരു അസ്വാഭാവികത നമ്മുടെ ജനതയ്ക്കുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ തെരുവുകളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നവമാധ്യമങ്ങളിൽ കാണുന്നത് പോലെയുള്ള വെറുപ്പല്ല ഈ രാജ്യത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്നത്. മറിച്ച് ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്പന്ദനം തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് പലരുടെയും അജണ്ടയാണ്. ഈ രാജ്യത്തെ മനുഷ്യരെല്ലാം പരസ്പരം വെറുത്തുകൊണ്ട് ജീവിക്കുകയാണ് എന്നാക്കി തീർക്കുക എന്നുള്ളത് ഇവിടുത്തെ പലരുടെയും അജണ്ടയാണ്. ആ അജണ്ടയെ നമ്മൾ തിരിച്ചറിയുകയും അതല്ല ഈ രാജ്യം എന്നുള്ളതും, ഈ രാജ്യം മനുഷ്യരൊക്കെ ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷവും ഐക്യത്തിലാണ് കഴിയുന്നത് എന്നുള്ള വലിയ യാഥാർത്ഥ്യത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ രാജ്യം ഇങ്ങനെയൊക്കെ നിലകൊള്ളുന്ന സമയത്തും ഭരണഘടന നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പഠനങ്ങളിലുമൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന്. പ്രതീക്ഷയുടെ കിരണങ്ങൾ നമുക്ക് മുന്നിലുണ്ടെങ്കിൽ പോലും നമ്മുടെ ജാഗ്രത എന്ന് അവസാനിക്കുന്നുവോ ആ ജാഗ്രത അവസാനിക്കുന്നിടത്താണ് ഏകാധിപതികളും സാമ്രാജ്യവാദികളും ഈ രാജ്യത്ത് പിടികുറിക്കുന്നത്. ഏകാധിപത്യമായ ഒരു കാലഘട്ടത്ത്, അതല്ലെങ്കിൽ ഒരു രാജ്യത്ത് നമുക്കൊരിക്കലും മാനുഷികപരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു അവകാശങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഈ രാജ്യത്ത് നമ്മൾ ഈ കാലഘട്ടം എത്രയും കഴിഞ്ഞതുപോലെ മതേതരത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി നമ്മുടെ ഡൈവേഴ്സിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ നാനാത്വത്തിൽ ഏകത്വത്തിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ നടന്നെടുക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നടന്നെടുക്കാൻ കഴിയുന്ന മാർഗങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാക്കുകൾക്ക് വിട. ശ്രോതാക്കൾക്ക് നന്ദി. വാഹുദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.